ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻജിൻ റൂമിലെ ടാങ്കിലുള്ള ഫ്യൂവൽ ഒരു ടാങ്കിൽ നിന്നും മറ്റു ടാങ്കിലേക്ക് എങ്ങനെ മാറ്റുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം ചെന്ന് ട്രാൻസ്ഫർ പമ്പിൻ്റെ ലൈനപ്പൊക്കെ നോക്കി, വാൽവ്സൊക്കെ ഏതൊക്കെ വാൽവ്സാണ് തുറക്കേണ്ടത്, ഏതൊക്കെ വാൽവ്സാണ് അടക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാം കൺഫേം ചെയ്ത് എല്ലാ വാൽവ്സും ക്ലോസ്ഡ് ആണെന്ന് കൺഫേം ചെയ്ത ശേഷം നമ്മൾ അടുത്ത വാൽവ് ലൈനപ്പിന് വേണ്ടി ഈ പമ്പ് റൂമിലേക്ക് ഉള്ള പോക്കായി. ഇതാണ് നമ്മുടെ സ്റ്റെയർസ് ഡെക്കിലേക്ക് പോകാനുള്ള. അപ്പോൾ ഇത് തന്നെ ഒരുപാടുണ്ട്. ആ സ്റ്റെയർസൊക്കെ കഴിഞ്ഞ് മേളിലെത്തി ഞങ്ങൾ പമ്പ് റൂമിലേക്ക് പോകണം. ബാക്കി ട്രാൻസ്ഫർ ലൈൻസുള്ള വാൽവ്സൊക്കെ പമ്പ് റൂമിലാണ് ഉള്ളത്. ഈ പമ്പ് റൂമിലേക്ക് പോകുമ്പോൾ ട്രങ്ക് സ്പേസാണിത്. ട്രങ്ക് സ്പേസിൽ എന്ന് പറഞ്ഞാൽ ഇത് ബിറ്റുമിൻ കാരിയർ ആയതുകൊണ്ട് ഹീറ്റഡ് ആണ് ഫുൾ ടൈം കാർഗോ. ഭയങ്കര ടെമ്പറേച്ചറാണ്. എനിക്ക് തോന്നുന്നു ഒരു 50-55 ഡിഗ്രി എങ്കിലും ഉണ്ടാകും ഈ സ്പേസിൽ. ഇവിടെ പോയിട്ട് നമ്മൾ ബാക്കിയെല്ലാം വാൽവ്സൊക്കെ ക്ലോസ്ഡ് ആണെന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് തിരിച്ച് വന്നെയാണ്. ഈ വഴിയിലൂടെ ഒരു 2 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ ജീവൻ പോകുന്നതിന് തുല്യമാണ്. അത്രയ്ക്കും ചൂടാണ്. ഇതിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല ടെമ്പറേച്ചർ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇത് സമാധാനമായിട്ട് തോന്നും. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഇതേ എൻജിൻ റൂമിലെ ബോട്ടം ഫ്ലോറിലെത്തി. കാര്യം ലൈനപ്പൊക്കെ നമ്മളുടെ കഴിഞ്ഞ് ഇനി ബാക്കി നമുക്ക് നോക്കാനുള്ളത് താഴെ നിന്ന് പമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പമ്പിൻ്റെ സക്ഷനും ഡിസ്ചാർജ് പ്രഷറും പിന്നെ ആ പ്രദേശത്ത് എന്തെങ്കിലും ലീക്ക് ഉണ്ടായില്ല എന്നുള്ളത് കൂടി നോക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പമ്പ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ലീക്സൊക്കെ ഉണ്ടാകുന്ന ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് കുഴപ്പമില്ല. എന്നിട്ട് നേരെ ECR പോകുന്നു. ECR വന്ന് നമ്മൾ ടാങ്കിൻ്റെ ലെവൽ കാണാനായിട്ട് നമ്മളുടെ സ്ക്രീനിൽ തൊട്ട് നോക്കി. അപ്പോൾ അത് നമുക്ക് കാണാം. നമ്മളുടെ ഏത് ടാങ്കിൽ നിന്ന് ഏത് ടാങ്കിലേക്ക് പോകുന്നതിൻ്റെ ലെവൽ മാറുന്നത് കാണാം. ഇത് നമ്മുടെ ട്രാൻസ്ഫർ പമ്പിൻ്റെ ആംപിയറേജ് ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ടാങ്കിൻ്റെ സൗണ്ടിങ് എടുത്തു തുടങ്ങി. ഫ്യൂൽ ഓയിൽ ടാങ്ക് ആയതുകൊണ്ട് നമ്മൾ അല്ലേജാണ് എടുക്കുന്നത്. സീഫാറസിന് മനസ്സിലാവും അല്ലേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സംഭവം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ അല്ലേജിങ്ങൊക്കെ കഴിഞ്ഞ് കൺഫേം ചെയ്ത് നമ്മുടെ ടേപ്പിൽ ഓയിലൊക്കെ ഉണ്ട്. അല്ലേജിങ് കഴിഞ്ഞ് തിരിച്ചും ലോക്കൊക്കെ വിട്ട് ക്യാപ്പൊക്കെ സീൽ ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് വീണ്ടും